നന്മയാൽ വായ്ക്കവൻ തൃപ്തിയെ തന്നു. നന്മയാൽ വായ്ക്കവൻ തൃപ്തിയെ തന്നു. നവ്യമാക്കുന്നു നിൻ യൗവനമിൻ. നവ്യമാക്കുന്നു നിൻ യൗവനം ഇന്ന്. വാഴ്ത്തുക നീ മനമേ എൻ പരനെ. വാഴ്ത്തുക നീ മനമേ. വാഴ്ത്തുക നീ മനമേ എൻ പരനെ. വാഴ്ത്തുക നീ മനമേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് ഇടപെടുന്നത് സങ്കീർത്തനങ്ങൾ 103 അതിൻ്റെ 4-5 വാക്യങ്ങളാണ്. ശ്രദ്ധിച്ചിട്ട്. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതിയ വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും. എന്തിനാ നമ്മൾ കർത്താവിനെ വാഴ്ത്തുന്നത്? എന്തിനാ നമ്മൾ കർത്താവിനെ സ്തുതിക്കുന്നത്? അവൻ ചെയ്ത ഉപകാരങ്ങൾ. ഒരു വ്യക്തിക്ക് പോലും വർണ്ണിക്കാൻ കഴിയാത്ത ഉപകാരങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നു. അതുകൊണ്ട് പറയാണ് വാഴ്ത്തുക. സർവ അന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. അവന്റെ ഉപകാരങ്ങൾ മറക്കരുത്. എന്താ അവന്റെ ഉപകാരം? ഏറ്റവും വലിയ ഉപകാരം അകൃത്യം. സ്തോത്രം, മോചിച്ചു. അകൃത്യം എന്ന് പറയുന്നത് പാപം. ദൈവം ചെയ്യരുതെന്ന് പറയുന്നത് ചെയ്യുന്നതാണ് പാപം. അത് തുടർമാനം ചെയ്യുന്നതാണ് ലംഘനം. എന്നാൽ അത് ചെയ്തൊരു സ്വഭാവമായി കഴിഞ്ഞാൽ അതിൻ്റെ പേരാണ് അകൃത്യം. ഈ അകൃത്യം തലമുറയിലേക്ക് വരും. സ്വഭാവം പോലെ തുടരും. എന്നാൽ യേശുവിലേക്ക് ഒരുവൻ വരുമ്പോൾ അവൻ്റെ അകൃത്യം മാറ്റും. ആ ഒഴുക്ക് നിൽക്കും. തീർന്നില്ല. ആ അകൃത്യത്തിൻ്റെ കെട്ടുപൊട്ടുന്നതോടെ സകല രോഗങ്ങളും സൗഖ്യമാകും. ആമേൻ. ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കും. ദയയും കരുണയും അണിയിക്കും. എന്നിട്ട് അടുത്ത വാക്ക് പറയാണ്, യൗവനം കഴുകനെ പോലെ പുതുക്കി വരാൻ വായിക്കവൻ നന്മ കൊണ്ട് തൃപ്തി വരുത്തും. കഴുകൻ ക്ഷീണിതനാകുമ്പോൾ വീണ്ടും പുതുക്കം പ്രാപിക്കാൻ മലയുടെ മുകളിൽ ചെന്ന് തൻ്റെ തൂവലുകൾ പറിച്ചു കളഞ്ഞ് ചൂട് കൂടിയ പാറപ്പുറത്ത് കിടക്കും. തൻ്റെ മേലുള്ള അഴുക്ക്, രക്തവും കൊഴുപ്പുമെല്ലാം പാറയിലൂടെ ഒഴുകി കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഇന്നലെ 10,000 കിലോമീറ്റർ ആണെങ്കിൽ ഉയർന്നു പൊങ്ങിയെങ്കിൽ 10,000 മുകളിലാണ് ഉയർന്നെങ്കിൽ അതിൻ്റെ മുകളിൽ ഉയരത്തക്കവണ്ണമുള്ള ഒരു യൗവനത്വം പ്രാപിക്കും. അർത്ഥം ഇത്രയേ ഉള്ളൂ. യേശുവിനെ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ആമേൻ, യൗവന പുതുകുന്നത് പോലെ പുതുകും. ആമേൻ. 85 വയസ്സുള്ള വൃദ്ധൻ എന്ന് നമ്മൾ പറയാൻ പറ്റുന്ന കാലേബ് എന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ. യോശുവയോട് പറയുക, ആ മല ഇങ്ങ് തന്നേരെ, ഞാൻ പിടിച്ചോളാം. അന്നത്തെ ശക്തി എനിക്കിന്നുമുണ്ട്. കർത്താവിൻ്റെ കൂടെ വരുമ്പോൾ ഭയങ്കര ആരോഗ്യം ദൈവം തരും. നിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ നിനക്ക് ദൈവം ബലം തരും. അതിന് തൃപ്തി വരുത്തും. നന്മ കൊണ്ട് തൃപ്തി വരുത്തും. ഈ ദിനങ്ങളിൽ ചില നന്മകളാൽ ദൈവം നിന്നെ തൃപ്തി വരുത്താൻ പോവുകയാണ്. വായുടെ നന്മ, നല്ല ഭക്ഷണങ്ങൾ കിട്ടും, നല്ല സംസാരം, നല്ല വാക്കുകൾ നിനക്ക് കിട്ടും, നല്ല സ്തുതികൾ നിനക്ക് കിട്ടും. ആമേൻ. നല്ല പുകഴ്ചകൾ നിനക്ക് കിട്ടും. ആലയത്തിൻ്റെ നന്മ കിട്ടും, ദേശത്തിൻ്റെ നന്മ കിട്ടും. എന്തിനാ? നിന്നെ പുതുക്കാൻ. യെസ്, എന്തൊക്കെയോ നന്മയുടെ ഉറവകൾ ദൈവം നിങ്ങൾക്കായി തുറന്നു തരികയാണ്. നിന്നെ ഒന്ന് ഫ്രഷ്നെസ് ആക്കാൻ, നിന്നെ ശക്തനാക്കാൻ, അല്പം കൂടെ ഊർജത്തോടെ ഓടാൻ. സ്തോത്രം. ആഹാബിൻ്റെ രഥത്തിന് മുമ്പിൽ ഓടുവാൻ ദൈവം ഏലിയാവിനെ ബലപ്പെടുത്തിയതുപോലെ നിന്നെയും ബലപ്പെടുത്താൻ പോവുകയാണ്. യെസ്, തൃപ്തി വരുത്തും കേട്ടോ. ആമേൻ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. യേശുവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി നന്ദി പറയുന്നു.
കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. അങ്ങയുടെ അകൃത്യങ്ങളെ മോചിക്കുന്നു, സകല രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുന്നു. യേശുവെ, നന്ദി പറയുന്നു. കർത്താവ്, ഞങ്ങളെ പുതുക്കി വരത്തക്കവണ്ണം കർത്താവ് ഞങ്ങളെ പുതുക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി നൽകി കർത്താവെ, ഞങ്ങളെ നന്മകളാലും കർത്താവ് അതിശയങ്ങളാലും എല്ലാം നടത്തുവാൻ പോകുന്ന ഞങ്ങളുടെ വലിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയും അനുഗ്രഹിക്കുന്നു. കർത്താവെ, അവർക്ക് അത്ഭുതകരമായ നന്മകൾ അങ്ങ് പകർന്നു കൊടുക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവ്, ചില പുതിയ വഴികളും നന്മകളും അങ്ങ് തുറക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹമായിരിക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ച് നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നു. നിങ്ങളുടെ യാത്ര, നിങ്ങളുടെ ഇന്നത്തെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ കൃപയുണ്ടായിരിക്കും. ഗോഡ് ബ്ലെസ് യു. ശലോം.